ഇപ്പോൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളി നരേശന്റെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച്. അതിന്റെ തുടർച്ചയെന്നോണം മുസ്ലിം ലീഗിനെ വീണ്ടും കടന്നാക്രമിച്ചിട്ടുണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ. അദ്ദേഹം യോഗനാഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മലബാർ കലാപവും മാറാടുമൊന്നും മറക്കില്ല എന്നൊരു തലക്കെട്ടോടുകൂടി വലിയ വിമർശനമാണ്. ഇപ്പം ഭരണത്തിലേറും മുൻപേ ലീഗ് കേരളം ഭരിക്കാൻ തുടങ്ങി, മതേതര വിരുദ്ധതയെ എതിർക്കുന്നവരെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്നു, ഏത് വെല്ലുവിളി നേരിടാൻ SNDP യോഗം സജ്ജമാണെന്നുള്ള കാര്യമൊക്കെ യോഗനാഥത്തിൽ പറയുന്നുണ്ട് മഹേഷ് ചന്ദ്രൻ. ക്ഷമിക്കണം, വെള്ളാപ്പള്ളി നരേശൻ. മഹേഷ് ചന്ദ്രൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. മഹേഷ്, ഇപ്പം വെള്ളാപ്പള്ളി നരേശൻ ലീഗിനെ വിടില്ല എന്ന് തന്നെ? അതെ സേലക്ഷ്മി, SNDP യോഗത്തിന്റെ മുഖമാസികയാണ് യോഗനാഥം. ആ യോഗനാഥ പത്രത്തിലെ എഡിറ്റോറിയലായിട്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ കടുത്ത രൂക്ഷ വിമർശനം ലീഗിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. മലബാർ കലാപവും മാറാടും ഞങ്ങൾ മറക്കില്ല എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ലേഖനം, എഡിറ്റോറിയൽ ഉള്ളത്. അതിനകത്ത് തന്നെ വർഗീയവാദിയെ ചിത്രീകരിച്ച് തെരുവിൽ ആക്ഷേപിക്കാൻ ലീഗ് ആസൂത്രിതമായി ശ്രമിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നരേശൻ ആരോപിക്കുന്നു. കോലം കത്തിച്ചാലോ വെല്ലുവിളിച്ചാലോ ഭയം ഓടില്ല, ഏത് വെല്ലുവിളി നേടാൻ SNDP സജ്ജമാണെന്നും വെള്ളാപ്പള്ളി നരേശൻ മുന്നറിയിപ്പ് നൽകുന്നു. ലീഗ് നേതൃത്വം ഇരട്ടത്താപ്പ് നടത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. KM ഷാജിയെ പോലെ വർഗീയ വിഷം ചീറ്റുന്നവരെ മന്ത്രിയാക്കാനുള്ള നീക്കമുണ്ടെന്ന ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്നു. മതേതര വിരുദ്ധർക്കെതിരെ നിലപാടെടുക്കുന്ന SNDP യോഗമായാലും NSS ആയാലും അവരെയൊക്കെ മുസ്ലിം വിരുദ്ധ ചിത്രീകരിക്കാൻ ലീഗ് ശ്രമിക്കുകയാണ്. ലീഗിനെ എതിർക്കുന്നവർ മുസ്ലിം ലീഗിനെ അപ്പുറത്തേക്ക് മുസ്ലിം സമുദായത്തെ എതിർക്കുന്നു എന്ന തരത്തിലേക്ക് പ്രതീതി ഉണ്ടാക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നരേശൻ ആരോപിക്കുന്നത്. ശരി മഹേഷ്, ശരി.